ഹലോ കൂട്ടുകാരെ, ചിത്തു വേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായ കുഞ്ഞുണ്ണിയപ്പം നോക്കിയാലോ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. അതൊരു 7 മണിക്കൂർ കുതിർക്കാൻ വെച്ചു. കുതിർന്ന് വന്ന ശേഷം 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം 4 പീസ് വെല്ലം എടുത്ത് വെല്ലപ്പാവ് കാച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് പച്ചരി ചേർത്തു. നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് വെല്ലപ്പാവാണ്. വെല്ലപ്പാവ് അതിലേക്ക് ഒഴിച്ചു. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴമാണ്, ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ അതിൽ ചേർത്ത് നല്ലവണ്ണം തരികളൊന്നുമില്ലാതെ നല്ലവണ്ണം അരച്ചെടുത്ത ശേഷം നമ്മുടെ മാവിലേക്ക് ഒരു പിഞ്ച് സോഡാക്കാരും 1/4 ടേബിൾ സ്പൂൺ എള്ളും അതിനുശേഷം തേങ്ങാപ്പീരയുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തെടുക്കാം. നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പീരയാണ്. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റെസ്റ്റ് ആയ ശേഷം നമ്മളവിടെ മാവ് റെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഉണ്ണിയപ്പക്കാരം വയ്ക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നെയ്യും ഓയിലും കൂടിയാണ് ഇവിടെ ചേർക്കുന്നത്. ആദ്യം നെയ്യ് ചേർത്തു, പിന്നെ അതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് ഉണ്ണിയപ്പക്കാരത്തിലേക്ക് കുറച്ചായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാവും. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു 4 മണി പലഹാരവും ആവാം. അതിനുശേഷം നമ്മൾ മാവുകളെല്ലാം ഉണ്ണിയപ്പക്കാരങ്ങളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല മൊരിഞ്ഞ് കിട്ടേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ രുചികരമായതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ട്രൈയും ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.